കൂവ കൃഷി ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഈ ഏപ്രിൽ മെയ് മാസത്തിലാണ് കൂവ കൃഷി തുടങ്ങേണ്ടതെന്ന്. ഇനി അതിന് കുറച്ച് മുന്നേ തുടങ്ങാൻ താല്പര്യമുള്ളവർക്കൊക്കെ വേണമെങ്കിൽ അതിന്റെ മുന്നേ വിത്തുകളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ അതിന് മുന്നേ തുടങ്ങാം. കൃഷി തുടങ്ങാത്തവർക്ക് വേണമെങ്കിൽ ഈ ഏപ്രിൽ മെയ് മാസത്തിൽ തുടങ്ങിയാലും അതിന്റെ നമ്മുടെ കാലവർഷം കഴിയുന്നതോട് കൂടിയിട്ടാണ് നമ്മൾ അതിന് വിളവെടുപ്പ് വരിക. അപ്പൊ അതുവരെയുള്ള സമയം കൊണ്ട് തന്നെ അതിന് ഇഷ്ടംപോലെ നന്നായി അതിന് കടകൾ ഉണ്ടാക്കി എടുക്കാനൊക്കെ നമുക്ക് സാധിക്കും. അപ്പൊ കൂവ കൃഷി തുടങ്ങാത്തവർക്ക് വേണമെങ്കിൽ ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. തുടങ്ങിയവർക്ക് വേണമെങ്കിൽ അതിലുള്ള വളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട്. നടാൻ വേണ്ടി ഞാൻ എടുത്തു വെച്ചിരുന്ന ഭാഗങ്ങളൊക്കെ മുളച്ചു തുടങ്ങിയപ്പോൾ ഞാൻ കുറച്ചൊരു മാസം മുന്നേ തന്നെ നട്ടു തുടങ്ങി. അതിനുശേഷം 2-3 മഴയൊക്കെ കിട്ടിയപ്പോൾ നല്ല ആരോഗ്യത്തോടു കൂടി നല്ല ഉന്മേഷത്തോടു കൂടി തന്നെ അത് വളർന്നു വന്നിട്ടുണ്ട്. ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് അതിന് കുറച്ച് വളമൊക്കെ എന്തെങ്കിലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി കൂവയുടെ തൈകൾ ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ അത് എങ്ങനെയാണ് നമ്മൾ തൈകൾ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. പണ്ടൊക്കെ നമ്മൾ കൂവ പറിച്ച സമയത്ത് തന്നെയാണ് അത് കുഴിച്ചിടാറുള്ളതും. അത് പറിച്ചെടുത്ത് കഴിഞ്ഞിട്ട് തണ്ടൊക്കെ വാടി പോകുന്നതിന്റെ മുന്നേ തന്നെ കുഴിച്ചിട്ടിട്ട് നമ്മൾ വെള്ളം നനച്ചു കൊടുത്ത് തുടങ്ങിയാൽ പുതിയ കിളിർപ്പ് അതിൽ നിന്ന് ഉണ്ടായി തുടങ്ങും. 3-4 മാസമൊക്കെ നമ്മൾ നനയ്ക്കേണ്ടതുള്ളത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ ചെയ്യാറുള്ളത് ഒരു ഏപ്രിൽ മെയ് മാസമൊക്കെ ആകുമ്പോഴേക്കും കൂവകൾ നടാറാണ് പതിവ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ കൂവ പൊടിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ പുഴുങ്ങാൻ വേണ്ടിയിട്ടൊക്കെ എടുക്കുന്ന സമയത്ത് അതിന്റെ അടിഭാഗം ഒന്ന് ചെറിയ പീസുകൾ കട്ട് ചെയ്ത് മാറ്റി വെക്കും. അങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വെച്ച കുറച്ച് പീസുകൾ ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ നമ്മൾ പുഴുങ്ങി കഴിഞ്ഞാലൊക്കെ ഇതുമ്പോൾ എന്താ നമുക്ക് കഴിക്കാൻ കിട്ടുക. അപ്പൊ അതിന്റെ അടിഭാഗം ഞാനിങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വെക്കുമ്പോൾ ഇവിടൊക്കെ കണ്ടില്ലേ, ഇവിടൊക്കെ പുതിയ പുതിയ മുളകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കുഴിച്ചിടാം. ഇനി വലിയൊരെണ്ണം കൂടി ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ വലിയൊരെണ്ണം ഉണ്ട് വെച്ചെങ്കിൽ ഞാൻ ഇതേപോലെ ഈ ഭാഗങ്ങൾ അടിഭാഗം മുറിച്ച് വെക്കുകയാണ് പതിവ്. കണ്ട ഈ അടിഭാഗത്തുനിന്നാണ് ഏറ്റവും കൂടുതൽ മുളകൾ വന്നിട്ടുള്ളത്. നോക്കി നോക്കി 3 തൈകളായിട്ട് മാറും. അപ്പൊ നമുക്ക് ഒരു ചാക്കിലോ അല്ലെങ്കിൽ ഒരു ഗ്രോ ബാഗിലോ വെക്കുകയാണെങ്കിൽ ഇതേപോലത്തെ 2-3 പീസ് വെച്ചിട്ട് ഒരു 5-8 തൈകൾ നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കി എടുക്കാൻ സാധിക്കും. ഇങ്ങനെ മുറിച്ച് മാറ്റി വെച്ചിരുന്ന ചെറിയ പീസുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കുറച്ച് വെള്ളം നനയുന്ന ഒരു സ്ഥലത്ത് ഇട്ട് കൊടുത്തിട്ട് അതിൽ കുറച്ച് മണ്ണിട്ട് വെതറി കൊടുക്കുകയാണ് ചെയ്തത്. അപ്പൊ ആ സമയത്ത് അതിങ്ങനെ മുള വന്ന് തുടങ്ങിയപ്പോഴാണ് ഞാനിത് കുഴിച്ചിട്ട് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു മാസം കൊണ്ട് തന്നെ അത് നല്ല വലുതായിട്ട് വന്നിട്ടുണ്ട്. ഇത്തവണ ഏറ്റവും കൂടുതൽ ഞാൻ നട്ടു കൊടുത്തിട്ടുള്ളത് ഗ്രോ ബാഗിലും ചാക്കുകളിലും ആയിട്ടാണ്. കഴിഞ്ഞ തവണ ഞാൻ കൂടുതലും വെച്ചിരുന്നത് നിലത്താണ്. കൂവ കൃഷി ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും പ്രയാസമായിട്ട് തോന്നിയിട്ടുള്ളത് അത് നടാനോ അതിന് വളം ചെയ്യാനോ മറ്റൊന്നുമല്ല. അത് വിളവെടുക്കുന്ന സമയത്ത് വളരെ അടിയിലേക്ക് ഇറങ്ങി പോകുന്നതുകൊണ്ട് തന്നെ പറിച്ചെടുക്കാൻ വളരെ പ്രയാസമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ തവണ കൃഷി ചെയ്തിട്ടുള്ളത് കൂടുതലും ഗ്രോ ബാഗുകളിലും ചാക്കുകളിലും ആയിട്ടാണ്. നമ്മുടെ കൂവകളൊക്കെ അതേപോലെ നട്ടുള്ള കൂവകളാണ് ഇതൊക്കെ. ഒരു 10-25 ചാക്കിൽ ഞാൻ ഈ ഒരു സൈഡിൽ വെച്ചെടുത്തിട്ടുണ്ട്. അതൊക്കെ ഏകദേശം നല്ല വലുതായിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഏകദേശം വളം കൊടുക്കാനുള്ള സമയമായി മാറിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതൊക്കെ നല്ല ആരോഗ്യത്തോടു കൂടി തന്നെ വന്നിട്ടുള്ളത്. ഇതേപോലെ ഒരു 3-4 ചെറിയ പീസുകളാണ് ഞാൻ ഇതിലൊക്കെ ഇട്ട് കൊടുത്തത്. ഇപ്പൊ നോക്കുമ്പോൾ കണ്ടില്ലേ ഇതിന്റെ ഒക്കെ ഒരു വളർച്ച. ഇനി ഇതിന് കുറച്ച് വെണ്ണൂറൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിന് നന്നായി കടണ്ടായി കിട്ടുകയും ചെയ്യും. ഇതിന് വേണ്ടിയിട്ട് ഞാൻ അധികം ഞാനൊന്നും പൈസ കൊടുത്ത് വാങ്ങാറില്ല. സാധാരണഗതിയിൽ ഇതേപോലെ ചാരാണ് ഞാൻ ചേർത്ത് കൊടുക്കാറുള്ളത്. ഇത് ഓരോ കൈപ്പിടിയായിട്ട് ഓരോ ചാക്കിലായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഒരു സ്ഥലത്തൊന്നല്ല, ഒരുപാട് സ്ഥലങ്ങളിലായിട്ട് ഞാൻ കൂവ നട്ടിട്ടുണ്ട് അല്ലേ. ഇവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. പിന്നെ കുറെ ബോക്സുകൾ ഉണ്ടല്ലോ, ഫ്രൂട്ട്സിന്റെ ബോക്സുകൾ, അതിലൊക്കെ ഞാൻ അവിടെ ഒക്കെ നട്ടു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊക്കെ കുറേശ്ശെ ഈ ചാക്ക് നോക്കിയേ. ഈ ചാക്കിലൊരു 3/4 ഭാഗത്തോളം ഉയരത്തിൽ ഞാൻ മണ്ണ് നിറച്ചു കൊടുത്തിട്ടാണ് നമ്മുടെ കൂവകൾ നട്ടു കൊടുത്തിട്ടുള്ളത്. കാരണം കൂവയ്ക്ക് നല്ല അടിയിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഒരു വേരുകളും അതിന്റെ വിത്തുകളും ആയതുകൊണ്ട് തന്നെ അതിനെ കുറച്ച് അധികം മണ്ണുണ്ടെങ്കിലാണ് നന്നായി കടണ്ടാവുക കിട്ടുള്ളൂ. പക്ഷെ നേരെ മറിച്ച് മഞ്ഞൾ പറിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടില്ലേ, എത്ര കുറച്ച് സ്ഥലത്താണ് മഞ്ഞളിന്റെ സ്പേസ് ഉണ്ടായിരിക്കുക. പക്ഷെ കൂവ പറിക്കുന്ന സമയത്ത് അതിന്റെ ഏത് ഭാഗത്തൊക്കെയാണോ സ്ഥലമുള്ളത് ആ ഭാഗത്തേക്കൊക്കെ അതിന്റെ വേര് ഇറങ്ങിപ്പോയിട്ടുണ്ടാവും. അവിടെയൊക്കെ കടണ്ടായിട്ടുണ്ടാവും. ഇനി നിറയ്ക്കുന്ന സമയത്ത് കുറച്ച് മണ്ണ് കുറവുള്ളത് ഈ ചാക്കുകളൊക്കെ ഉണ്ടില്ലേ, ഇതിലൊക്കെ നമുക്ക് ഇനി വെണ്ണൂറൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഓരോ കൈക്കോട്ട് മണ്ണും കൂടി അതിന്റെ മേലേക്കിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിങ്ങനെ നിറഞ്ഞു വന്നോളൂ. ഞാനിതിന് വെണ്ണൂർ മാത്രമല്ല ചേർത്ത് കൊടുക്കാറുള്ളത്. നമ്മൾ എന്ത് വളങ്ങളാണോ നമ്മളൊരു ബക്കറ്റിലൊക്കെ കലക്കി വെച്ചിട്ടുള്ളത് അതൊക്കെ എടുത്ത് കുറേശ്ശെ ഡൈല്യൂട്ട് ചെയ്തിട്ട് ഞാൻ അതിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാറുണ്ട്. അതേപോലെ കിച്ചന്റെ വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു 3-4 പാത്രങ്ങളിലായിട്ട് ചാക്കിലൊക്കെ ആയിട്ട് ഒരു പ്രാവശ്യം കൊണ്ടുവരുന്നു കൊട്ടി കൊടുക്കും. ഏത് വളം നമ്മൾ എന്തിനു ചേർത്ത് കൊടുക്കുകയാണെങ്കിലും അതിന്റെ മേലെ ഒരു പിടി മണ്ണും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വളം പെട്ടെന്ന് തന്നെ നമ്മുടെ മണ്ണായിട്ട് ചേരുകയും ചെയ്യും. നമ്മുടെ ചെടികൾക്ക് അത് വലിച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്യും. ഞാനിപ്പോ ഇത് നമ്മുടെ ഗ്രോ ബാഗ് നിറയ്ക്കാണ്. നമ്മൾ കുറച്ച് മഞ്ഞളിന്റെ വിത്തുകൾ എങ്ങനെ നടുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും അധികം ചാക്കുകളൊക്കെ ഒരുമിച്ച് നിറയ്ക്കാൻ പ്രയാസമുള്ളതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കരിയിലൊക്കെ നിറച്ചു കൊടുത്തിട്ട് അതിന് മണ്ണിട്ട് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. പിന്നെ കുറേശ്ശായിട്ട് മണ്ണ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യാറുള്ളത്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ചെടിക്ക് വളവും ചേർക്കാൻ അങ്ങനെ മണ്ണിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ആരോഗ്യത്തോടുകൂടി വളരുകയും ചെയ്യും. ആദ്യം അടിയിൽ കുറച്ച് മണ്ണ് ഞട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഗ്രോ ബാഗ് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്.
ഇനി ഇതിന്റെ മേലെ നമ്മൾ ഈ മുള വന്നിട്ടുള്ള ഇത് കുഴിച്ചിട്ട് കൊടുക്കുകയാണ്. മുളച്ച് വലുതായി വരുമ്പോൾ നമ്മൾ ഇനിയും കുറച്ചും കൂടി മണ്ണ് ഇതിൽ കൂടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. പക്ഷെ ഈ മണ്ണിട്ട് കൊടുത്ത് ഇത് മുളച്ച് വരില്ലേ, ഇത് മുളച്ച് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിങ്ങനെ മറിഞ്ഞു വിടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതിന്റെ മേലെ ഞാൻ ഇതൊക്കെ ഒന്ന് അലിഞ്ഞ് താഴ്ത്തിക്ക് ഇറങ്ങുമ്പോൾ കുറച്ചും കൂടി മണ്ണ് ഇതിൽ ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കും. ഇതുപോലെ ഗ്രോ ബാഗ് വാങ്ങിക്കണമെന്നൊന്നുമില്ല. ഇതേപോലത്തെ പഴയ സിമെന്റ് ചാക്കുകളൊക്കെ ഉണ്ട്. ചില ഒരു 10 സിമെന്റ് ചാക്കിലൊക്കെ മണ്ണ് നിറച്ചിട്ട് നട്ട് കഴിഞ്ഞാൽ ഓരോ ബാഗിലും നമ്മൾ നന്നായി കയറി കാണിച്ചാൽ 2-3 കിലോനൊക്കെ നമുക്ക് ഒരു ബാഗിൽ നിന്നൊക്കെ പറിച്ചെടുക്കാൻ സാധിക്കും. നല്ല ഔഷധ ഗുണമുള്ള കൂവ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം.